ഓണം ആഘോഷിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ഓണത്തെക്കുറിച്ച് ഒരുപാട് അനാവശ്യ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ദശാവതാരത്തിൽ 5ാമത്തെ അവതാരത്തിലാണ് മഹാബലിയെ വാമനൻ പാതാളത്തിൽ ചവിട്ടിത്താക്കുന്നത്. 6ാമത്തെ അവതാരത്തിലാണ് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയെന്നാണ്. എന്നാൽ സത്യം ഇതൊന്നുമല്ല. രാമകഥയിൽ രാമായണം എഴുതിയപ്പോൾ അവതാരം 7 ഉള്ളൂ. അതിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ അപഹരിച്ച് പാതാള സമുദ്രത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു. ആ ഭൂമിയെ വീണ്ടെടുക്കാനാണ് മഹാവിഷ്ണു മത്സ്യമായി അവതാരം ചെയ്തത്. അങ്ങനെ വീണ്ടെടുക്കാൻ കൂർമ്മവുമായി വരാഹവുമായി. ഇതേ കഥാരൂപത്തിൽ തന്നെയാണ് മഹാഭാരതത്തിൽ മഹാവിഷ്ണു ദേവന്മാരും അസുരന്മാരും അമൃതെടുക്കാൻ പാലാഴി കടഞ്ഞപ്പോൾ ഭൂമി വെള്ളത്തിലേക്ക് മുങ്ങി. അങ്ങനെ താണ ഭൂമിയെ വീണ്ടെടുക്കാൻ മഹാവിഷ്ണു മത്സ്യമായും കൂർമ്മമായും വരാഹമായും അവതാരം ചെയ്തു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഭാഗവതത്തിൽ ഹയഗ്രീവൻ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും വേദങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് അങ്ങ് സമുദ്രത്തിൽ പോയി ഒളിച്ചു. ആ വേദങ്ങൾ വീണ്ടെടുക്കാനാണ് മഹാവിഷ്ണു മത്സ്യമായും പിന്നെ കൂർമ്മമായും വരാഹമായും അവതാരം ചെയ്തു. ബാക്കി അവതാരങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സത്യത്തിൽ രാമാവതാരം കഥയിൽ 7 അവതാരത്തിൽ മഹാബലിയെ വാമനൻ പാതാളത്തിൽ ചവിട്ടി താക്കുന്നതായിട്ടില്ല. എന്നാൽ ഓണം എന്നത് ആദ്യ അവതാരമാണ്. ഭൂമിയെ വീണ്ടെടുക്കുക, അത് സൃഷ്ടിയിലാണ്. അങ്ങനെ സമുദ്രത്തിൽ മുങ്ങിയ ഭൂമിയെ വീണ്ടെടുക്കാൻ മത്സ്യമായും കൂർമ്മമായും വരാഹമായും അവതരിച്ച അതെങ്ങനെയൊക്കെയാണെന്ന് ഇപ്പം പറയുന്നില്ല. ഭൂമിയെ വീണ്ടെടുത്തു. അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടെത്തിച്ച ദിവസത്തെയാണ് ഓണം ആയി മഹാബലിയെ ആരാധിക്കുന്നത്, ആ ദിവസം ആചരിക്കുന്നത്. ഇത് പല മതത്തിലും വിശ്വാസത്തിലും പല രൂപത്തിലാണ് ആചരിക്കപ്പെടുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഗണേശ ചതുർത്ഥിയായും പൊങ്കലായും ദീപാവലിയായും ഒക്കെ ആണ്. ഇത് തന്നെയാണ് ക്രിസ്തുമസും ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. മഹാബലിയെ വരവേൽക്കുന്നതിന് മുമ്പ് ഒരു
അപ്പൻ വരുന്നുണ്ട്. അതുപോലെ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഒരു പാപ്പാൻ വരുന്നുണ്ട്. ഓണത്തപ്പനും ക്രിസ്തുമസ് പാപ്പാനും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. സത്യത്തിൽ സൃഷ്ടിയുടെ ആദ്യ രൂപമാണ് ഓണമായിട്ട് ആചരിക്കപ്പെടുന്നത്. ഇത് ഈ പ്രപഞ്ചത്തിലെ സർവ്വലോകത്തും ഒരുപോലെ ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട ഒന്ന് ഓണം മാത്രമാണ്. ബാക്കി പിന്നെ പറയാം.